നമുക്ക് ഈ ലെക്ചറിൽ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് റേഞ്ച് ഓഫ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നോക്കാം. റേഞ്ച് ഓഫ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തരും. സ്റ്റാർട്ടിംഗ് ഫ്രം സ്റ്റാർട്ട്, ഇൻക്രിമെന്റ്സ് ബൈ സ്റ്റെപ്പ് ആൻഡ് സ്റ്റോപ്സ് ബിഫോർ എൻഡ്. ബൈ ഡിഫാൾട്ട് സ്റ്റാർട്ടിന്റെ വാല്യൂ 0യും സ്റ്റെപ്പിന്റെ വാല്യൂ 1ഉം ആണ്. നിങ്ങൾക്ക് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഒരു 0 തൊട്ട് 8 വരെയുള്ള നമ്പേഴ്സ് നിങ്ങളോട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? റേഞ്ച് ഓഫ് 0 to 9. നമുക്ക് ജനറേറ്റ് ആയ നമ്പേഴ്സ് കാണാൻ പറ്റിയില്ല. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 0 to 9 ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. ഇപ്പം നമുക്ക് പ്രോഗ്രാം 0 തൊട്ട് 8 വരെയുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തന്നു. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 9 എന്ന് കൊടുത്താലോ അപ്പോഴും 0 തൊട്ട് 8 വരെയുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തന്നു. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ എൻഡിൻ്റെ വാല്യൂ മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. സ്റ്റാർട്ടിൻ്റെയും സ്റ്റെപ്പിൻ്റെയും വാല്യൂ സ്പെസിഫൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ബൈ ഡിഫാൾട്ട് സ്റ്റാർട്ട് 0യും സ്റ്റെപ്പ് 1ഉം ആയിട്ടാണ് എടുത്തത്. അതുകൊണ്ടാണ് 0 ഫസ്റ്റ് ജനറേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ 1 ജനറേറ്റ് ചെയ്തു, പിന്നെ 2 ജനറേറ്റ് ചെയ്തു, അങ്ങനെ 8 വരെ ജനറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് വേണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 1 to 9 1 to 10 ആയിരിക്കണം. 1 to 10 കൊടുത്തു കഴിഞ്ഞാൽ 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തരും. 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് തന്നു. ഇവിടെ 1 കഴിഞ്ഞാൽ പിന്നെ 2 വന്നത്, 2 കഴിഞ്ഞാൽ പിന്നെ 3, അങ്ങനെ ജനറേറ്റ് ചെയ്ത് തന്നെ. നമുക്ക് പകരം 1 കഴിഞ്ഞാൽ പിന്നെ 3 ജനറേറ്റ് ചെയ്യണം, 3 കഴിഞ്ഞാൽ പിന്നെ 5 ജനറേറ്റ് ചെയ്യണം, 5 കഴിഞ്ഞാൽ പിന്നെ 7 ജനറേറ്റ് ചെയ്യണം, 7 കഴിഞ്ഞാൽ പിന്നെ 9 ജനറേറ്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ചെയ്യുക? ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 1, 10, 2. ഇപ്പം 1, 3, 5, 7, 9 ജനറേറ്റ് ചെയ്ത് തന്നു. ഞാൻ നിങ്ങളോട് പറയാണ്, 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ഓരോരോ ലൈനിൽ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ചെയ്യുക? ഫോർ I in range 1 to 11 print I. അങ്ങനെ ചെയ്തപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് ഡിഫറെൻറ്റ് ലൈനിൽ പ്രിന്റ് ആയി. ഇവിടെ എന്താ സംഭവിച്ചത്? റേഞ്ച് ഓഫ് 1 to 11 എന്ന് പറഞ്ഞപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ട് അതിലൂടെ ഐട്രേറ്റ് ചെയ്തു. ആദ്യം ഐ 1ലായിരുന്നു, അന്നേരം 1 പ്രിൻ്റായി. അത് കഴിഞ്ഞ് ഐ 2ലായി, അന്നേരം 2 പ്രിൻ്റായി. പിന്നീട് ഐ 3ആയി, അന്നേരം 3 പ്രിൻ്റായി. അങ്ങനെ 10 വരെ പോയി.